ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഞാൻ ടീനേജറായിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളോട് ഞാൻ പറയാം. ഇത് നിങ്ങളും ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ സഹായിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. 15 വയസ്സിലാണ് ഞാൻ സെമിനാരി ചേർന്നത്. അവധിക്ക് വരുമ്പോൾ ആ ഇടവക പള്ളിയിൽ എൻ്റെ വികാരിച്ചമാരെല്ലാവരും നല്ല സൂപ്പർ വികാരിച്ചമാരായിരുന്നു. ആ വികാരിച്ചമാർ, എനിക്ക് 15 വയസ്സേ ഉള്ളൂ, എന്നാലും ആൾത്താര കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് എന്നോട് പറയുമായിരുന്നു. ആൾത്താര കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഒരു വയസ്സ്, ചിലവരൊക്കെ എൻ്റെ പ്രായം അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് താഴെ 12-15 വയസ്സ് അല്ലെങ്കിൽ 10-15 വയസ്സിലുള്ളവരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ആൾത്താര ബാലന്മാർ. അപ്പോൾ ഈ ആൾത്താര ബാലന്മാർക്ക് ക്ലാസ് എടുക്കുമായിരുന്നു ഞാൻ ഈ സെമിനാരിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ. അപ്പോൾ 15 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സ് എനിക്ക് പ്രായം. ഒരു 12 വയസ്സുള്ള പയ്യനാന്ന്, 12 വയസ്സ് ഞാൻ ഊഹിക്കുകയാണ്, എനിക്ക് കൃത്യം ഞാൻ ഓർക്കണില്ല എത്ര പ്രായമെന്ന്. അവൻ അന്നത്തെ ഒരു ബുദ്ധിജീവി ടൈപ്പ് കുട്ടിയാണ്. അവന് ചേട്ടനുണ്ട് ആൾത്താര ബാലന്മാരായിട്ട്. അപ്പം അതിൽ താഴെയുള്ളവൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. സർവശക്തനാണല്ലോ ദൈവം, സർവശക്തനാണ് ദൈവമെങ്കിൽ ദൈവത്തെക്കാൾ വലിയൊരു കല്ലുണ്ടാക്കിയാൽ ആ കല്ലായിരിക്കില്ലേ ദൈവത്തെക്കാൾ വലുത്? ചോദ്യം ഒന്നുകൂടെ പറയാം. ദൈവം സർവശക്തനാണല്ലോ. സർവശക്തനായ ദൈവത്തെക്കാൾ വലിയൊരു കല്ല് സൃഷ്ടിച്ചാൽ ആ കല്ലായിരിക്കില്ലേ ദൈവത്തെക്കാൾ വലുത്? ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, നീ ചോദ്യം ഒന്നുകൂടി പറയോ, ഈ ചോദ്യം ഒന്നുകൂടി പറയോ? അപ്പം എനിക്ക് ചോദ്യം മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് കുട്ടി ഒന്നുകൂടി പറഞ്ഞു. സർവശക്തനായ ദൈവം തന്നേക്കാൾ വലിയൊരു കല്ല് ഉണ്ടാക്കി സൃഷ്ടിച്ചാൽ ആ കല്ലായിരിക്കില്ലേ ദൈവത്തെക്കാൾ വലുത്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ചോദ്യം മനസ്സിലാക്കാനായിട്ടല്ല ഞാനത് എന്നോട് പറഞ്ഞത്. നീ എന്താണ് ചോദിക്കുന്നതെന്ന് അർത്ഥം അറിഞ്ഞുകൊണ്ട് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. നീ എന്താണ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് നീ ചോദിക്കുന്നതെന്ന് നീ നിന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് എന്നോട് ഒരു പ്രാവശ്യം പറയാൻ പറഞ്ഞു. സർവശക്തനായ ദൈവം തന്നേക്കാൾ വലിയൊരു കല്ല് സൃഷ്ടിച്ചാൽ ആ കല്ലായിരിക്കില്ലേ ദൈവത്തെക്കാൾ വലുത്? കുട്ടി പറഞ്ഞു, എനിക്ക് തെറ്റ് മനസ്സിലായി ചമാശോ, എനിക്ക് തെറ്റ് മനസ്സിലായി. എന്താണ് കാര്യം? സർവശക്തനായ ദൈവം സൃഷ്ടിക്കുകയാണ് കല്ല്. അപ്പോഴും ദൈവമാണ് സൃഷ്ടാവ്. കല്ല് പദാർത്ഥം, ഒരു പ്രശ്നം. 2, ഈ കല്ല് വലിയൊരു കല്ല് പോലെയാണോ ദൈവത്തിൻ്റെ വലിപ്പം ഇരിക്കണേ? ഒരു പദാർത്ഥത്തിൻ്റെ ഇല്ലേ വലിയ മല പോലെ അങ്ങനെയാണോ ദൈവം ഇരിക്കണേ? ദൈവം ഒരു ആധ്യാത്മിക ആളല്ലേ, ആത്മീയ സ്പിരിച്വൽ ബീയിങ് ആണ്, ആത്മീയ ഉണ്മയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും സ്വർഗം ഇല്ലേ, സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത, അത്യുന്നത സ്വർഗത്തിലെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അങ്ങനെയുള്ള ആളല്ലേ ദൈവം. അപ്പം ഇങ്ങനെ ഒരു കല്ല് പോലെ സൃഷ്ടിച്ചിട്ട് ദൈവത്തെക്കാൾ വലിയ കല്ല് സൃഷ്ടിക്കുക, അത് തന്നെ നടക്കില്ലല്ലോ. പിന്നെ അങ്ങനെ ഒരു പദാർത്ഥമാണോ ദൈവം? ഇതൊക്കെയാണ് ചോദ്യം. അപ്പം അവൻ പറഞ്ഞു, എനിക്ക് കാര്യം മനസ്സിലായി. ചോദ്യം തന്നെ ഭയങ്കര മണ്ടത്തരമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ടത് ചോദിച്ചത്? അപ്പോൾ പറഞ്ഞു, അവരുടെ ഇടയെന്ന് വെച്ചാൽ ഇവരെക്കാൾ മുതിർന്ന ഒരു ചേട്ടനുണ്ട്. അതായത് ഒരു യുക്തിവാദി ടൈപ്പാണ്. അപ്പം ഞാൻ സെമിനാരി പോയി എന്ന് പറഞ്ഞപ്പോൾ, അന്നാ നീ പോയിട്ട് ഇങ്ങനെ ഒന്ന് ചോദിക്കി, എന്തായിരിക്കും ഈ ചമ്മാച്ചൻ്റെ അഭിപ്രായം എന്നറിയാൻ വേണ്ടി അങ്ങോട്ട് കൊളുത്തി വിട്ടതാണ് ഈ ചോദ്യം. കണ്ടോ, ഈ യേശുവിനോട് ഫരിസേയർ വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്ത് അധികാരത്തിലാണെന്ന് ചെയ്യുന്നത്, സദുക്കായർ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയാം. അതായത് ചില കൊണിച്ചങ്ങൾ ചോദിക്കുകയാണ്. എന്തിനാ? നീ അത്ര വലിയ ആളാണോ? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിൻ്റെ മണ്ടത്തരം എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെ നമ്മളെ വാക്കുമുട്ടിക്കാം എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ തെളിയിക്കാം, അങ്ങനെ ദൈവമില്ലെന്ന് തെളിയിക്കാം എന്ന് വിചാരിച്ചിട്ട്, ഈ ദൈവം ഉണ്ടെന്ന് നമുക്ക് മറ്റ് ശാസ്ത്രങ്ങൾ തെളിയിക്കാൻ കഴിയില്ല. എന്താ കാരണം? മറ്റ് ശാസ്ത്രങ്ങളെ പോലെ ഒരു ശാസ്ത്രമല്ല ദൈവം. അതുകൊണ്ട് ദൈവം ഉണ്ട് നമുക്ക് തെളിയിക്കാം. ഞാനിപ്പോൾ തെളിവുകൾ കാണിച്ചു തരാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന് ദൈവത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നാണ് അർത്ഥം. അതുപോലെ ദൈവം ഇല്ല എന്ന് ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞു വന്നാൽ ഇതേ പ്രശ്നം തന്നെയാണ്. ദൈവമില്ലാന്ന് ഇല്ലെങ്കിൽ പിന്നെ തെളിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാനത് പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഈ നിരീശ്വരവാദം, ഈ കമ്മ്യൂണിസത്തിനും നിരീശ്വരവാദം ഇങ്ങനെയെല്ലാം ഇടുമ്പോൾ അവരുടെ ഉള്ളിൽ ദൈവചിന്തയുണ്ട്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അവരിൽ ഒരു പ്രശ്നം ഉളവാകുകയാണ്. അവർ വന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു,
ചിലർക്ക് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഉത്തരം പറയാൻ ഒരു പക്ഷേ എല്ലാവരും കഴിഞ്ഞെന്ന് വരില്ല. അതും 15 വയസ്സുള്ള ആളാ ഞാനാണ് ഉത്തരം കൊടുക്കണമെന്ന് ഓർക്കണം. 15 വയസ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചമ്മാച്ചനൊക്കെ ചിലപ്പം എല്ലാവർക്കും അങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ പറ്റാതെ വരുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക വ്യഥ എന്തായിരിക്കും, അവരുടെ വിശ്വാസത്തിനുണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കും, ഇതൊക്കെ പരിഗണിക്കണം. നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഒന്നാമത്തിൽ നമ്മൾ പരിമിതരാണ്, പരിമിതമായ മനസ്സാണ് നമ്മുടേത്, മനുഷ്യരാണല്ലോ നമ്മൾ, പരിമിതിയുള്ളവരാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊക്കെ നിഷേധിക്കുന്ന ആ രീതി ഉണ്ടാകരുത്. അങ്ങനെ നിഷേധിക്കുമ്പോൾ അത് സമുദായത്തിലും മറ്റ് വ്യക്തികൾക്കും വലിയ സംഘർഷങ്ങൾക്ക്, മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാകാം. സവിശേഷമായി കുട്ടികൾക്ക് ശിശുക്കൾക്ക് ഇടർച്ച നൽകുന്നവൻ ആരായാലും അവൻ അതിനേക്കാൾ നല്ലത് കല്ല് ഈ കഴുത്തിൽ കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിയപ്പെടുന്നതാണ്.